കോൺഗ്രസ് എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ കുഴി ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ശൈലിയോടും പ്രവർത്തന ശൈലി ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു നേതൃത്വം കോൺഗ്രസിനില്ലാന്നേ. ഇതാരോടാ അത് പറയേണ്ടത്? കോൺഗ്രസിന് ഏത് നേതാവിനെ വിളിച്ചിട്ടാണ് ഇത് പറയേണ്ടത്? കോൺഗ്രസിന് നേതാക്കന്മാരുണ്ടോ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന നേതാവാണോ? എന്നിട്ടിപ്പം എന്താണ് പീഡന കേസിൽ പിന്നെ സസ്പെൻഷനിൽ പോയ നേതാവ് വന്നിട്ട് ഈ ഇടയ്ക്ക് കൂടെ കയറി വന്നിട്ട് പിന്നെ ഷാഫി പറമ്പിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടല്ലോ, ഷാഫി പറമ്പിലെ ന്യായീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ. ഞങ്ങളുടെ സ്വർണ്ണപ്പാണിയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. എന്താണ് ഈ പീഡന കേസിൽ എന്താണ് ഈ പെൺകുട്ടിയുടെ വോയിസിൽ സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണോ? അതിന് മറുപടി പറഞ്ഞിട്ട് വേണ്ടേ ബാക്കി ഇങ്ങോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്? ഒരു മര്യാദയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇപ്പം AK അഭിലാഷും സാനിയോ മനോമിയും ചെയ്ത തെറ്റെന്താ? ഇന്നലെ രാത്രി ഈ അടിയുണ്ടായ സമയത്ത് രാത്രി 11 മണി 12 മണി വരെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവർക്കെതിരെ ഈ കോൺഗ്രസ് CPMന് അനുകൂലമായിട്ടോ പോലീസിന് അനുകൂലമായിട്ടോ ഒരു വാക്ക് ഇവർക്ക് കാണിച്ചു തരാൻ കഴിയും? ഒരു വാക്ക് റിപ്പോർട്ടർ TV ചെയ്തത്? കോൺഗ്രസിന് എതിരെ ഉണ്ടായ അക്രമത്തെ എണ്ണമിട്ട് പറയുകയാണ് ചെയ്തത്. മര്യാദകേടിനൊരു കയ്യും കണക്കില്ലേ? എന്നിട്ട് എന്താണ് ഒരു സംഘം ഇവരെ സംരക്ഷിക്കുമെന്ന് വരുത്തി തീർക്കുക, സംരക്ഷിക്കാൻ വലയം തീർത്തു എന്ന് പറയുകയാണ്. എന്നിട്ട് അതേ സംഘത്തിൻ്റെ ഉള്ളിൽ ആമാർ കൈമടക്കിയിട്ട് നെഞ്ചത്തിന് കുത്തുന്ന ശൈലി ഏത് കോൺഗ്രസ് ചെയ്ത്? ഏത് ശൈലിയിലാണ് നിങ്ങളിത് പഠിച്ചത്? എങ്ങനെയാണ് പ്രവർത്തിക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത്?